ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ദെയർ നെക്സ്റ്റ് ആക്ഷൻ ടുവേർഡ്സ് യു എന്നുള്ളതാണ്. നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് ആക്ഷനാണ് അടുത്തതായിട്ട് എടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസൊനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം. their next action towards you. their next action towards you. ഒരു എന്ത് ആക്ഷനാണ് ഈ റിലേഷൻഷിപ്പിൽ എടുക്കാനായിട്ട് പോകുന്നത്? their next action towards you. ഓക്കെ, അവരിപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നത് അവരുടെ ഇൻറ്റ്യൂഷൻസ് അനുസരിച്ചിട്ടാണ് എന്നുള്ളതാണ്. അതായത് മറ്റാരുടെയും വാക്ക് കേൾക്കാണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ ആക്ഷൻസ് എടുക്കണം എന്നുള്ളൊരു നിലപാടിലാണ് ആ വ്യക്തി ഉള്ളത്. കാരണം അവർക്ക് ഇത്രത്തോളം ഒരു പെയിൻ ലൈഫിൽ അവർ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത്രയും ഒരു നഷ്ടമൊക്കെ അവരുടെ ലൈഫിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ ലൈഫ് തന്നെ ആകെപ്പാടെ ശൂന്യതയിലേക്ക് പോയതുപോലെയാണ്. അത് അവരുടെ തന്നെ തെറ്റുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇന്ന് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവും അവർക്കുണ്ട്. സോ അവർ നിങ്ങളെ തിരിച്ച് വിളിക്കാൻ, അവരുടെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളോടൊന്നിച്ചുള്ള ഒരു ലൈഫ് തന്നെ അവർ വളരെ ലൈഫ്, അതായത് ഒരു മാരേജ് ലൈഫിലൊക്കെ പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ അവർ നിങ്ങളെ ഒപ്പം കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് യെസ്, ഈ ഒരു സ്റ്റക്ക് എനർജിയിൽ റിലേഷൻഷിപ്പ് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകുന്നില്ല. അവരൊട്ടും തന്നെ യോജിക്കുന്നില്ല. സോ അവർ ആ ഒരു കോൺഫിഡൻറ്റോട് കൂടി തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാവിധ പോസിബിലിറ്റീസും ഇവിടെ കാണിക്കുന്നുണ്ട്. യെസ്, പ്രോസ്പെറിറ്റി ബിഗിൻസ് എന്നുള്ളതാണ്. ഈ റിലേഷൻഷിപ്പിൽ ശക്തമായിട്ടുള്ള മാറ്റങ്ങളാണ് കാണുന്നത്. ഒരുപാട് പ്രോസ്പെറിറ്റി, അബൻഡൻസ് ഒക്കെയും ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ള ഒരു റിസൾട്ട് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ എന്നോ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ ആ ഒരു സമയത്തൊന്നും അതിനൊരു ഫലം കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമയം മുതലാണ് അതിനുള്ളൊരു ഫലം ലഭിക്കുന്നത് എന്നും ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. ഇവിടെ രണ്ടുപേരും പരസ്പരം മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ശരിക്കും ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെയാണ്, പലതും അവഗണിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളെ പ്രണയിച്ചിരിക്കുന്നത്. ഇപ്പോഴും അവർ അതിൻ്റെ പേരിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പലരുടെയും തെറ്റായ വാക്കുകൾ കേൾക്കാനിടയാവുന്നുണ്ട്. അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ മറ്റുള്ളവർ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് അവരുടെ ലൈഫിൽ ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അതൊരിക്കലും അവർ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടില്ല. അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇതിൻ്റെ പേരിൽ ഉണ്ടാവുന്നത് എന്ന് അവരതെല്ലാം പോട്ടെ, സാരമില്ല എന്നുള്ള രീതിയിൽ എടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് പക്ഷേ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും ഒരു മാറ്റത്തിലൂടെ കടന്നു പോകണം എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനാണ് എടുക്കുന്നത്. ചൂസ് വൈസ്ലി. അവർ കറക്റ്റായിട്ട് തന്നെ ആ ഒരു ചോയ്സ് എടുക്കുന്നുണ്ട്. എന്ത് ഡിസിഷനാണ്, ചിലപ്പോൾ നിങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഡിസിഷനായിരിക്കാം ഈ പേഴ്സൺ എടുക്കാനായിട്ട് പോകുന്നത്. അത് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിന് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ആയിരിക്കും എന്ന് തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാം. യെസ്, ഡെഫിനറ്റ്ലി അതിന് ഒരു കൺഫർമേഷനാണ് നെക്സ്റ്റ് കാർഡ് വന്നിരിക്കുന്നത്. അവർ തിരികെ വരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. തിരികെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ എല്ലാ കാര്യങ്ങളും അവരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ ഒപ്പോസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് എന്ന് മനസ്സിലാക്കാം.
അതുപോലെ തന്നെ അവർ നിങ്ങൾക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാത്തു വച്ചിട്ടുണ്ട്. അതായത് അവർ സമ്പാദിച്ചതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് തരാൻ വേണ്ടിയിട്ട് എല്ലാ രീതിയിലും അവർ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അവരുടെ ലൈഫിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ അവർ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. എങ്ങനെയെങ്കിലും നിങ്ങളെ ലൈഫിൽ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരു ആശയം മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത്. വളരെ ശക്തമായിട്ട് ആ വ്യക്തി ആ ഒരു മനസ്സിനെ ചേഞ്ച് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെ തിരിച്ചടികൾ ഉണ്ടായാലും അതിനെല്ലാം വളരെ ശക്തമായിട്ട് എതിർക്കും എന്ന രീതിയിലൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ ഏകാന്തത ഒട്ടും തന്നെ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവർക്ക് അവരുടെ ലൈഫിലുള്ള ഒരു കാര്യങ്ങളിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരെ ആകെ തകർത്തിരിക്കുകയാണ്. അവർക്ക് ഈ ഒറ്റപ്പെടലിൽ ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ ആ ഒരു ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ നിന്നൊരു മോചനം അവർ ആഗ്രഹിച്ചുകൊണ്ട് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് അവരെടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അവർ ശക്തമായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അതിനുള്ളൊരു ആക്ഷൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നതെന്നും നമുക്ക് പറയാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഒരുപാട് സന്തോഷിക്കേണ്ടുന്ന മൊമെൻറ്റ്സാണ് വരാൻ പോകുന്നത്. സെലിബ്രേറ്റിംഗ് മൊമെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച്, അതായത് ഒരു നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സോ ഒക്കെ ഒരുമിച്ച് ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻ്റാണ് ഇവിടെ ലാസ്റ്റിൽ കാണുന്നത്. അതിന് നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞൊരു സന്തോഷം ഉണ്ടാവുന്നതായിട്ടും ഫ്യൂച്ചർ കാർഡിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.